ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മയ്ക്ക് ഇവിടുത്തെ കൃപാസന പത്രം കിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക. കാരണം ഞാൻ അന്ന് IELTS വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഞാൻ ആഗ്രഹിച്ച ഓസ്ട്രേലിയ ആയിരുന്നു. പക്ഷേ എനിക്കത് കിട്ടിയില്ല. ഞാൻ 2 പ്രാവശ്യം സ്കോർ എഴുതിയെങ്കിലും എനിക്ക് 6.5 ആയിരുന്നു കിട്ടിയിരുന്നത്. പക്ഷേ എൻ്റെ എന്നെ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ പറയുമായിരുന്നു, നിനക്ക് കാലിബർ ഉണ്ട്, നീ 1 മാസം പഠിച്ചാൽ മതി, പക്ഷേ പിന്നെ നീ പഠിക്കേണ്ട, നീ ജസ്റ്റ് പോയി എക്സാം ഡേറ്റ് എടുക്കുക. ആദ്യത്തെ തവണ എഴുതി, എനിക്ക് കിട്ടിയില്ല. 2ാം തവണ അവരെന്നോട് പറഞ്ഞു, നീ ഇനി പഠിക്കാൻ വരണ്ട, നീ നേരിട്ട് പോയി എഴുതിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ അന്നേരം എഴുതിയപ്പോഴും എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഈ 3 മാസം ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് 2 മാസം ഞാൻ പിടിവാശി കാണിച്ചു, ദൈവത്തോട് ഞാൻ പിടിവാശി കാണിച്ചു. കാരണം ഞാൻ ഇത്രയും ചെയ്തിട്ടും രോഗികളെ സന്ദർശിക്കാൻ പോയി, ഉപവാസം എടുത്തു, എല്ലാ ദിവസം പള്ളിയിൽ പോകുന്നുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടും എനിക്കൊന്നും സാധിച്ചു കിട്ടുന്നില്ല. അന്നേരം ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങി, എൻ്റെ കൂട്ടുകാർ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ഓസ്ട്രേലിയയിൽ സ്കോർ കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് മാത്രം കിട്ടുന്നില്ല. അന്നേരം എൻ്റെ പേരൻസിനോട് പറഞ്ഞു, ദൈവം ആഗ്രഹിക്കുന്നത് അതായിരിക്കില്ല, നിനക്ക് വേറെ ഏതെങ്കിലും രാജ്യമായിരിക്കും എന്ന് ഓർത്തു. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഏത് കൺട്രി ചൂസ് ചെയ്യുന്ന റിസർച്ച് ചെയ്യുമായിരുന്നു. പക്ഷേ നേഴ്സിങ്ങിനാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം കാനഡ ഡിപ്ലോമ കോഴ്സാണ്. UK താല്പര്യമില്ല. പിന്നെ ന്യൂസിലൻഡിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ട് വേണം. നമ്മളൊരു 62 to 70 lakhs വേണം. പക്ഷേ എൻ്റെ അപ്പൻ ഒരു ഫാർമറാണ്, അന്നേരം അത് സാധ്യമല്ലായിരുന്നു. അങ്ങനെ എനിക്ക് ആകെപ്പാടെയുള്ള ഒരു രാജ്യം ഓസ്ട്രേലിയ മാത്രമായിരുന്നു. അന്നേരം അതിന് സ്കോർ കിട്ടുന്നില്ല. ആ പിടിവാശിക്കിടയ്ക്ക് എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നിക്കാൻ തുടങ്ങി, നീ ഉടമ്പടി പോയി പുതുക്ക്, മാത്രമല്ല നിനക്ക് ദൈവം കുറേ അനുഗ്രഹങ്ങൾ തരുന്നുണ്ടെന്ന് എന്നോട് മനസ്സിൽ പറയാൻ വേണ്ടി തുടങ്ങി. അന്നേരം എൻ്റെ കൂട്ടുകാരിക്ക്, ജിസ്മി എന്നാണ് അവളുടെ പേര്, അവൾക്ക് ഞാനൊരു മെസ്സേജ് അയച്ചു, എടി ഞാനിങ്ങനെ എൻ്റെ ഡ്രോപ്പ് ചെയ്യുവാണ്, നിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു ഞാൻ മെസ്സേജ് അയച്ചു. പക്ഷേ ആ മെസ്സേജ് പോയത് അവളുടെ ചേച്ചിക്കായിരുന്നു. അതെങ്ങനെ സംഭവിച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. നമുക്കങ്ങനെ ഒരിക്കലും ഒരു വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂറും അത് കണ്ടിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ദൈവം ഉടമ്പടിയിലൂടെ ദൈവം ഇടപെട്ടതാണ് എനിക്ക് മനസ്സിലായി. അങ്ങനെ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ന്യൂസിലൻഡ് അപ്ലൈ ചെയ്യുക. പക്ഷേ ന്യൂസിലൻഡ് അപ്ലൈ ചെയ്തപ്പം ഞാൻ ആ കൺട്രിയിൽ എലിജിബിളാണ് പഠിക്കാൻ, പക്ഷേ കോളേജിൽ അല്ല. അന്നേരം കോളേജുകാർ എന്നോട് പറഞ്ഞു, നിനക്ക് ഞങ്ങളൊരു എക്സാം നടത്താം, ഇൻ്റർവ്യൂ നടത്താം, നീ അതിന് പാസ്സാവണം, നിനക്ക് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് പാസ്സായി. എനിക്ക് നല്ല മാർക്കുണ്ട്, ഔട്ട് ഓഫ് 30ൽ 28 മാർക്കുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞു, ആ കോളേജ് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ പഠിക്കാൻ സാധിക്കില്ല, അതൊരു സൗത്തേൺ സൈഡിലാണ്, അതെനിക്ക് അങ്ങ് ദൂരെയാണ് എൻ്റെ പ്ലേസ്മെൻറ്റൊക്കെ കിട്ടണേന്ന് അറിഞ്ഞു. അങ്ങനെ എല്ലാം ന്യൂസിലൻഡും പോയപ്പം ഭയങ്കര ഡിപ്രഷൻ എന്ന രീതിയിലായി. ഞാൻ കരച്ചിലും ബഹളമായി, ദൈവത്തെ തന്നെ തള്ളി പറയാൻ വേണ്ടി തുടങ്ങി. പക്ഷേ മമ്മിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. മമ്മി തന്നെ പറയും, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഞാൻ വേറൊരു യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തു. അന്നേരം അത് വിസയ്ക്ക് അന്നേരം അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ജാനുവരി 21 ഞാൻ അപ്ലൈ ചെയ്തത്. കൃത്യം 1 മാസം കൊണ്ട് എനിക്ക് വിസ പറഞ്ഞായിരുന്നു. പക്ഷേ അത് വന്നില്ല. അത് എന്തുകൊണ്ട് നല്ലതായിരുന്നു തോന്നുന്നു, ദൈവത്തിന് അങ്ങനെ എനിക്ക് കിട്ടാത്തത്. അങ്ങനെ 3ാമത്തെ വേറൊരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തു. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് 62 lakhs അത് ഒരു 80 to 90 lakh, ഏകദേശം ഒരു 1 crore അടുത്ത് വരും. അത് എത്രയെന്ന് പറയുന്നത് നടക്കുകയില്ല, അത് സംഭവം അന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. അങ്ങനെ ഞാനത് ഉപേക്ഷിക്കാൻ വേണ്ടി എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു. പക്ഷേ വീട്ടുകാരെന്നെ പ്രോത്സാഹിപ്പിച്ചു, നീ ഉടമ്പടി എടുത്തല്ലേ, ഹൃദയത്തിൽ ഉള്ളിൽ നിന്ന് എനിക്ക് വന്നു തുടങ്ങി, നീ ഉടമ്പടി എടുത്തല്ലേ, ദൈവം നിന്നെ സഹായിക്കുമെന്ന്. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് കാരണമായിരിക്കണം എനിക്ക് ന്യൂസിലൻഡിൽ പോകാൻ സാധിക്കുന്നത്. അപ്പം ഞാൻ ദൈവത്തോട് അടയാളം ചോദിച്ചു, എനിക്ക് എല്ലാ ചൊവ്വാഴ്ച ദിവസവും എൻ്റെ പേപ്പേഴ്സ് എല്ലാം പ്രോസസ്സിങ്ങും എല്ലാം ആയി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. കാരണം ഇവിടെ ഞാൻ കേൾക്കുന്ന സാക്ഷ്യത്തിനെല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവർ ഡേറ്റ് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. അപ്പം ഞാനും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, എനിക്ക് മാതാവ് തരുന്ന ഒരു അനുഗ്രഹമായിരിക്കണം എന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി വന്ന് പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തി ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എൻ്റെ ഇഷ്ടമല്ല, ഇനി നിൻ്റെ ഇഷ്ടം, എനിക്ക് ഇനി ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നത് വേണ്ട, ഇനി നിൻ്റെ ഇഷ്ടം എന്താണോ അത് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അന്നേരം ഇതിൻ്റെ ഒരിടയ്ക്ക് ഞാൻ നിർത്തി വെച്ചായിരുന്നു എൻ്റെ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ. പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ മനസ്സിൽ നിന്ന് എന്നോട് പറഞ്ഞു, നീ പോയി പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ ഫെബ്രുവരി പുതുക്കി 1 മാസം പിന്നെയും അടി പിടിച്ചു. പിന്നെ വന്ന് പ്രേക്ഷിത പ്രവർത്തനം പോയി തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ നമുക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയായി തുടങ്ങി. കാരണം ഈ 3 ചുമയും പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് കഫമൊക്കെ അവർ തലവണയെ തുപ്പിയിടുന്നൊരവസ്ഥ വന്നു. പക്ഷേ അത് എന്നെ കൊണ്ട് ഒരു ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അന്നേരം ഞാൻ ആ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ഉടമ്പടി മുമ്പോട്ട് പോന്നു.
അങ്ങനെ 2 ആഴ്ച മുമ്പ് എനിക്ക് എൻ്റെ AIP വന്നു. AIPക്കകത്ത് എനിക്ക് ആകപ്പാടെ വന്നത് ഒരു 50 lakhs മാത്രം ഫസ്റ്റ് ഇയർ ഫീസ് മാത്രം കൊടുത്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ബാക്കി ഏജൻസിക്കാർ പറഞ്ഞായിരുന്നു ഒരിക്കലും അങ്ങനെ സാധിക്കുന്നതല്ല. അവർക്കൊരു സെമിനാർ ഉണ്ടായിരുന്നു. അന്നേരം അവർക്കൊരു 60 to 70, അതായത് നമ്മുടെ ഫസ്റ്റ് ഇയർ ഫീസ്, തേർഡ് ഇയർ ഫീസും 3 വർഷം ലീവ് എക്സ്പെൻസും കൂടെ കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് വന്നത് ഒരു 15 lakhs മാത്രം അടച്ചാൽ മതി എന്നാണ്. അതോടൊപ്പം സാധാരണ കുട്ടികളെല്ലാവരും അവിടെ ചെന്നിട്ടാണ് നമുക്ക് അക്കോമഡേഷൻ ആൻഡ് പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കുന്നത്. എനിക്ക് ഈ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അക്കോമഡേഷനും പാർട്ട് ടൈം ജോലിയും ശരിയാക്കി തരാമെന്ന് ഒരു ചേട്ടൻ വഴി എനിക്ക് മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് സാധിച്ചു കിട്ടി. എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്, ഉടമ്പടി എടുക്കാനും ആഗ്രഹിക്കുന്നതും ഉടമ്പടി എടുത്തവരോട് ഒറ്റ കാര്യം പറയുള്ളൂ, നമ്മൾ സ്വയം എളിമപ്പെടുത്തി നമ്മൾ ദൈവത്തോട് പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിക്കുക. ബാക്കി ദൈവം നമ്മുടെ കാര്യം നോക്കിക്കോളും. കാരണം അങ്ങനെ എൻ്റെ ജീവിതം ഞാൻ വിജയിച്ച് തന്നവനാണ് ദൈവം. എനിക്ക് വിജയിച്ച് തന്നാണ് എൻ്റെ ഈ ജീവിതം. അപ്പോൾ ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും എനിക്ക് 1000 നന്ദി പറയുന്നു.